ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഈസിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ചിക്കനും വെജീസൊക്കെ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അത് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. വൈകുന്നേരം ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമ്മളെ ചായൻ്റെ കൂടെയൊക്കെ ഈസിയായിട്ട് ഉണ്ടാക്കി കഴിക്കാനും നമ്മൾ സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാനെല്ലാം പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനും വേണ്ടിയിട്ട് ഇതുവരെ ഒരു പാൻ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിഫൈൻഡ് ഓയിൽ ഏത് യൂസ് ചെയ്യുക, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഞാൻ ചിക്കൻ നേരത്തെ മസാല പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഉണ്ടാക്കുമ്പോൾ ചിക്കനിലേക്ക് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് തൈരും കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. മീഡിയം ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് കരിഞ്ഞ് പോകാത്ത കുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒരു മാറ്റിയിട്ട് ഒന്ന് തണയാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഇതുപോലെ 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തിട്ട് കളയണ്ട, അത് നമുക്ക് ബ്രെഡ് ക്രംസിക്ക് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതങ്ങ് മാറ്റി വെക്കുക. എല്ലാ ബ്രെഡും നിങ്ങൾക്ക് എത്രയാണോ സ്നാക്ക് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുക്കുമ്പോൾ 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സൈഡ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡൊക്കെ ഇതുപോലെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കുക, അത് മുക്കി കൊടുക്കണം കേട്ടോ. ഞാനിവിടെ മൈദ ഒന്ന് ജസ്റ്റ് ഇതേ ലൂസിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. മൈദ ആകുമ്പോൾ നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് എന്താ പറയുക, നമ്മൾ എണ്ണ ഒന്ന് പതഞ്ഞ് വരില്ല കേട്ടോ. മുട്ടൻ്റെ വെള്ളക്കേറ്റ് മുക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ആ എണ്ണ ഒന്ന് പതഞ്ഞ് വന്ന് പിന്നെ നമുക്ക് എണ്ണ യൂസ് ചെയ്യാനൊന്നും കൊള്ളില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മുട്ട വേണ്ടെങ്കിൽ ഇതുപോലെ മൈദ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. മൈദ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എണ്ണ മുട്ട വെച്ച് ചെയ്യുമ്പോൾ ഒന്നിനും കൊള്ളാതായി പോകും. അപ്പോൾ അത് ഇങ്ങനെ ഈ മാവിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം എല്ലാ സൈഡും 4 സൈഡും ഒന്ന് മുക്കി കൊടുക്കുക. അതുപോലെ തന്നെ 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ച് ഈ മൈദ മാവിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ബ്രെഡ് മുക്കുന്ന കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കട്ട കെട്ടിപ്പോകും കേട്ടോ. ഒരു കൈ കൊണ്ട് മുക്കുകയാണെങ്കിൽ മറ്റേ കൈ കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു സ്നാക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് പണിയെടുത്ത ഫീലൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ട്. അതുപോലെ ഇതിൻ്റെ മസാല കുട്ടികൾക്കാലും മുതിർന്നവർക്കാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മസാലയാണല്ലോ ചിക്കനും വെജീസൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഏത് സ്നാക്കായാലും, അത് ചിക്കൻ റോൾ ആയിക്കോട്ടെ, കട്ട്ലൈറ്റ് ആയിക്കോട്ടെ, ഇതുപോലെ ബ്രെഡ് പോക്കറ്റ് ആയിക്കോട്ടെ, ഏതൊരു സ്നാക്കായാലും ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്ന ഏത് സ്നാക്കാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ തണുപ്പിച്ചതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ക്രംസ് ഒട്ടും നമ്മൾ എണ്ണയിലേക്ക് കുതിർന്ന് പോകില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്ത പാടും വെച്ച് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ക്രംസ് എണ്ണയിലേക്ക് ഇങ്ങനെ കുതിർന്ന് പോകും കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ മൈദക്കകത്ത് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് തിളച്ച എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. എന്താണെന്ന് വിചാരിച്ചാൽ ബ്രെഡാണ്, പെട്ടെന്ന് ഒരു സൈഡൊക്കെ ഇരിഞ്ഞു പോകും. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ബ്രെഡ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ബോൾ പോലെ പൊങ്ങി വരും ഫ്രൈ ആയ ശേഷം. അപ്പോൾ എന്നിട്ട് എണ്ണയിൽ ഇതുപോലെ ഗോൾഡൻ കളറായതിന് ശേഷം ഒന്ന് കോരി മാറ്റി കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് ബ്രെഡ് ഒന്ന് പൊങ്ങി വരുന്നവരെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം കരിഞ്ഞ് പോവാത്ത നോക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
അടുത്തത് നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കലാണ്. മസാല ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജീസ് എടുത്തിട്ടുണ്ട്. വെജീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത് ക്യാരറ്റും കാബേജും കുക്കുംബറും സവാളയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്താ പറയുക ലെറ്റ്യൂസ്, അതുപോലെ ടൊമാറ്റോ, അതുപോലെ ക്യാപ്സിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ചേർത്ത് കൊടുത്തത്. അത് വെജീസിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊന്ന് ഫ്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും നല്ല ടൈറ്റായിട്ടുള്ള നല്ല ടൈറ്റായിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ലൂസ് മയോണൈസ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ മസാലൻ്റെ ആ ഒരു പരുവം തന്നെ മാറിപ്പോകും കേട്ടോ. നല്ല ടൈറ്റായിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും മയോണൈസും കുരുമുളകും ഉപ്പൊക്കെ എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് തണഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതുപോലെ നടുവെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നടുവെ കട്ട് ചെയ്യുമ്പം ഇതൊരു പോക്കറ്റ് രൂപത്തിലായിട്ട് വരും. അതിനാണ് ഇതിന് ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഉണ്ടാക്കി വെച്ച എല്ലാ ബ്രെഡും ഇതുപോലെ നടുവെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഓരോ ബ്രെഡിലും ഇതുപോലെ ഒന്ന് മസാല നിറച്ചെടുക്കുക. നല്ല ഈസിയായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബ്രെഡ് പോക്കറ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മസാലക്ക്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജീസിൻ്റെ ഈ ഒരു ഇത് മാറ്റിയെടുക്കുക കേട്ടോ. ലെറ്റ്യൂസും ക്യാപ്സിക്കനും അതുപോലെ ടൊമാറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇത്രയും വെജീസാണ് ചേർത്തെടുത്തത്. ഇത് വെച്ചിട്ട് തന്നെ ഈ ഒരു മസാലക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ഒരുപാട് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടാണല്ലോ ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് ആ ചിക്കനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരം ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും എച്ചാറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ ബൈ.